നമസ്കാരം, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ RPF-ൻ്റെ റീസണിങ്ങിൻ്റെ ഓരോ ടോപ്പിക് വൈസായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ RPF-ൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. നമുക്കൊരു ഷിഫ്റ്റിൽ ഉറപ്പായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യനാണ് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തരും, അതിനെ ബേസ് ചെയ്ത് കുറച്ച് കൺക്ലൂഷൻസും തരും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഏതൊക്കെ കൺക്ലൂഷൻ ഫോളോ ചെയ്യും എന്ന് നോക്കി കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ എക്സാമിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷനകത്ത് നമുക്ക് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻ്റെയും കൂടെ വരുന്നൊരു കാര്യമാണ് ഞാൻ കോമൺ ആയിട്ടും കൊടുത്തതേ ഉള്ളൂ. എ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോഡ് ബൈ സം കൺക്ലൂഷൻസ് ആർ ഗിവൺ ബിലോ. ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ആ തുടക്കത്തിലുള്ള സെൻറ്റൻസ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അസ്യൂമിങ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി ട്രൂ ഈവൻ ഇഫ് ദേ സീം ടു ബി അറ്റ് വേരിയൻസ് വിത്ത് ദ കോമൺലി നോൺ ഫാക്ട്സ് ദെൻ ഡിസൈഡ് വിച്ച് ഓഫ് ദ ഗിവൺ കൺക്ലൂഷൻസ് ലോജിക്കലി ഫോളോ ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ തരും, അതിപ്പോൾ 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തരും. അപ്പോൾ അത് ചിലപ്പം നമ്മുടെ നോർമലി ലോജിക്കലി ചിന്തിക്കുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ആകണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരുന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ട്രൂ ആണെന്ന് വിചാരിച്ച് അസ്യൂം ചെയ്തെടുക്കുക. അത് ട്രൂ ആണ്, അവരെന്താണോ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് എന്തായാലും ട്രൂ ആണെന്ന് വിചാരിച്ചെടുക്കുക. അങ്ങനെ വിചാരിക്കുമ്പോൾ അവർ തരുന്ന കൺക്ലൂഷൻസ് ലോജിക്കലി ഫോളോ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ദിശ അക്കാഡമി, ദിശ ആപ്പ് വഴി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. RPF-ൻ്റെ എക്സാമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ എടുക്കും, അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻസൊക്കെ കൂടുതൽ ഊർജിതമാക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ദിശ അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണും, ദെൻ കൺക്ലൂഷൻസ് കാണും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നാ പറഞ്ഞേക്ക് നോക്കിയേ. ദ ചീഫ് കുക്ക് ടോൾഡ് ഹിസ് അസിസ്റ്റൻറ്റ് ദിസ് കുക്കീസ് ഈസ് നോട്ട് കുക്ക്ഡ് പ്രോപ്പർലി. ഓക്കെ, ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് അതിൻ്റെ അർത്ഥം നല്ലതായിട്ട് മനസ്സിലാക്കുക. എന്താണ് പറഞ്ഞത്? ചീഫായിട്ടുള്ളൊരു കുക്ക്, ഓക്കെ, അയാളുടെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ദിസ് കുക്കീസ് ഈസ് നോട്ട് കുക്ക്ഡ് പ്രോപ്പർലി. ഈ കുക്കീസ് നീ കുക്ക് ചെയ്തത് നല്ലതായിട്ടല്ല ചെയ്തതെന്ന് ചീഫ് അയാളുടെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കൺക്ലൂഷൻസ് നോക്കേണ്ടത്. ആദ്യത്തെ കൺക്ലൂഷൻ പറയുന്നു, ദ മെയിൻ കുക്ക് വാണ്ട്സ് ടു ഷോ ദ മിസ്റ്റേക്ക് ഓഫ് ഹിസ് അസിസ്റ്റൻറ്റ്. ഓക്കെ, മെയിൻ കുക്ക് എന്ന് പറഞ്ഞാൽ ചീഫ് എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ മെയിൻ കുക്ക് അയാളുടെ അസിസ്റ്റൻറ്റിൻ്റെ മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു. ഓക്കെ, ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചു. ഓക്കെ, അത് ശരിയല്ലേ? അത് കറക്റ്റാണ്. കാരണം അയാളുടെ മിസ്റ്റേക്ക് അല്ലേ, ആ കുക്കീസ് നല്ലതായിട്ട് കുക്ക് ചെയ്തില്ല എന്നുള്ളത് അയാളുടെ മിസ്റ്റേക്ക് അല്ല. അപ്പോൾ അയാൾ അത് ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, അപ്പോൾ അതെന്താണ് ശരിയായിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്. നെക്സ്റ്റ് കൺക്ലൂഷൻ നോക്കി, ദ മെയിൻ കുക്ക് ലൈക്സ് കുക്കീസ്. നമുക്ക് പറയാൻ പറ്റും. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ അതിനകത്ത് പറയുന്നുണ്ടോ? ഇല്ല. കാരണം ആ മെയിൻ കുക്കിന് കുക്കീസ് ഇഷ്ടമാണെന്നോ ഇഷ്ടമല്ലെന്നോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമേ പറയുന്നില്ല. ആ കുക്കീസ് പ്രിപ്പയർ ചെയ്തത് നന്നായിട്ടല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് വരും ആൻസർ? ഓൺലി കൺക്ലൂഷൻ 1 ഫോളോ എന്നുള്ളതാണ് ആൻസർ വരും. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചാൽ എടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് RPF SIക്ക് നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് വായിച്ച് നോക്കുക. നമുക്ക് എന്താണോ അതിൽ നിന്ന് ലോജിക്കലി ഫോളോ ചെയ്യുമെന്ന് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക എന്നുള്ളേ ഉള്ളൂ. ഓക്കെ, അത് കറക്റ്റായിട്ട് നോക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓൺലി 1 ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് വായിക്കുക. ദ ബെസ്റ്റ് ടൈം ടു സ്റ്റഡി ഈസ് ഇൻ ദി മോർണിംഗ്. ഓക്കെ, രാവിലെയാണ് അല്ലെങ്കിൽ പകൽ സമയമാണ് അല്ലെങ്കിൽ വെളുപ്പാങ്കാലമാണ് നമുക്ക് എന്ത് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം, ഏറ്റവും നല്ലതായിട്ടുള്ള ഉചിതമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് എന്താണ്? മോർണിംഗ് ടൈം ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു. ഇനി കൺക്ലൂഷൻ നോക്കി, നോ അതർ ടൈം ഈസ് ഗുഡ് ടു സ്റ്റഡി. വേറെ ഒരു സമയവും പഠിക്കാൻ നല്ലതല്ല. ഈ മോർണിംഗ് പഠിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു, പക്ഷെ അന്ന് കരുതി ബാക്കിയുള്ള ടൈം ഒന്നും നല്ലതല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മോർണിംഗ് ബെറ്റർ, ബെസ്റ്റ്, ഏറ്റവും നല്ലത് എന്ന് കരുതി വേറെ സമയത്തൊന്നും പഠിക്കരുതെന്ന് അതിനകത്ത് പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി സെക്കൻഡ് കൺക്ലൂഷൻ നോക്കി, എ പേഴ്സൺ ഷുഡ് സ്റ്റഡി ഓൺലി ഇൻ ദ മോർണിംഗ്. ആ ഓൺലി എന്നുള്ള ടേം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൺലി, അവൻ മോർണിംഗിൽ മാത്രമേ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാവൂ. അത് നമുക്ക് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? നെയ്തർ 1 nor 2, രണ്ടും ഫോളോ ചെയ്യത്തില്ല എന്നാണ് വരുന്നത്. ക്ലിയർ ആയി? ഇവിടെ ഓൺലി എന്നുള്ള ടൈം നിങ്ങൾ ശ്രദ്ധിക്കുക. രാവിലെ മാത്രമേ ഒരാൾ പഠിക്കാവൂ.
അങ്ങനെ നമുക്കൊരിക്കലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ എ പേഴ്സൺ ഷുഡ് സ്റ്റഡി ഇൻ ദ മോർണിംഗ്, അങ്ങനെ ജസ്റ്റ് ഇവിടെ ഓൺലി എന്നൊരു ടൈം ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ, ആ ഒരാൾ രാവിലെ പഠിക്കുന്നത് നല്ലതായിരിക്കും, ആ രീതിയിലുള്ളൊരു കൺക്ലൂഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യുമെന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ മോർണിംഗിൽ മാത്രമേ പഠിക്കാവൂ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഫോളോ ചെയ്യത്തില്ലെന്നാണ്. അപ്പോൾ രണ്ടും ഫോളോ ചെയ്യത്തില്ല, നെയ്തർ വൺ നോർ ടു ഫോളോസ് എന്നുള്ളതാണ്. ഇത് RPF കോൺസ്റ്റബിളിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു രീതി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളത് ആദ്യം സമാധാനത്തോടെ വായിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കൺക്ലൂഷൻ നോക്കുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്ത് ചെയ്യുക, ആദ്യം സമാധാനമായിട്ട് വായിക്കുക. എന്താ, CEO ഓഫ് എ മൾട്ടിനാഷണൽ കമ്പനി സൈഡ്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO ആണ് പറയുന്നത്. ഫ്രം നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം മുതൽ pregnant women and mothers of children below 5 years of age will be facilitated with the working hours. എന്താണ് അതിൻ്റെ മീനിങ്? പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അമ്മമാരായിട്ടുള്ളവർക്കും എന്താണ് അവരുടെ വർക്കിംഗ് ഹവേഴ്സ്, അതായത് അവർ ജോലി ചെയ്യുന്ന സമയം എന്ത് ചെയ്യും, ഫെസിലിറ്റേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം അടുത്ത മാസം മുതൽ. അതാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO പറഞ്ഞ കാര്യമാണ്. ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എന്താണ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അമ്മമാരായിട്ടുള്ളവർക്കും എന്ത് ചെയ്യുന്നു, അവരുടെ വർക്കിംഗ് അവേഴ്സിനകത്ത് കുറച്ച് ഇളവ് കൊടുക്കുന്നു. അതായത് കുറച്ച് സമയം അവർ വർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി കൺക്ലൂഷൻ നോക്കി. യങ് മദേഴ്സ് നീഡ് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് ദർ ചിൽഡ്രൻ ഇൻ ഏർലി ഇയേഴ്സ്. ഓക്കെ, അമ്മമാർക്ക് എന്ത് വേണം, മോർ ടൈം വിത്ത് ദർ ചിൽഡ്രൻ ഇൻ ഏർലി ഇയേഴ്സ്. അപ്പോൾ കുട്ടികളുടെ ചെറുപ്രായത്തിൽ അമ്മമാർക്ക് അവരോട് കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ കൺക്ലൂഷൻ എന്താണ്, ശരിയാണ്. കാരണം അങ്ങനെ അമ്മമാർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടല്ലേ അവരുടെ ഒരു വർക്കിംഗ് അവേഴ്സിനകത്തൊരു ഇളവ് എന്ത് ചെയ്ത് ആ കമ്പനി കൊടുത്തത്. അപ്പോൾ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താണ്, കറക്റ്റാണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കി. ദ കമ്പനി കവേഴ്സ് അബൌട്ട് ദി ലയബിലിറ്റി ആൻഡ് വർക്ക് പ്രഷർ ഓഫ് ഇറ്റ്സ് ഫീമെയിൽ എംപ്ലോയീസ്. ഓക്കെ, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഫീമെയിൽ ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി, അവരുടെ വർക്ക് പ്രഷറിനെ പറ്റിയും കമ്പനി കെയർ ചെയ്യുന്നു. അത് നമുക്ക് അവിടെ കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഫോളോ ചെയ്യുമെന്നാണ് വരുന്നത്. ഇത് RPF കോൺസ്റ്റബിളിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ്, ഓപ്ഷൻ C ആണ് ഫൈനൽ ആൻസർ. ബോത്ത് കൺക്ലൂഷൻ ഫോളോ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് വായിക്കുക, then ഏതൊക്കെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുമെന്ന് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. According to a recent health survey, people who exercise for at least half an hour every day are less prone to lifestyle disease. ഓക്കെ, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി കാണും. ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് സർവേയിൽ പറയുന്നു, ഒരു ദിവസം കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുന്നവർ ലെസ് പ്രോൺ ടു ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അവരെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ബാധിക്കുന്നത് കുറവായിരിക്കും. ക്ലിയർ ആയ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് വായിക്കുക. ഒരു ദിവസം അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുന്നവരെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ബാധിക്കുന്നത് വളരെ കുറവായിരിക്കും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ബാധിക്കത്തില്ല എന്ന് തീർത്ത് പറഞ്ഞേക്കുമല്ല, ലെസ് പ്രോൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് കൺക്ലൂഷൻ നോക്കിയേ. ജനറൽ എക്സസൈസ് ഈസ് നെസസറി ടു ലീവ് എ ഹെൽത്തി ലൈഫ്. ഓക്കെ, എക്സസൈസ് ചെയ്യുന്നത് എന്താണ്, ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ ആവശ്യമാണ്. ഓക്കെ, അതെന്താണ്, കറക്റ്റായിട്ടുള്ള കൺക്ലൂഷൻ അല്ലേ. കാരണം നല്ലതായിട്ട് എക്സസൈസ് ചെയ്യുന്നവരെ രോഗം ബാധിക്കുന്നത് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത് നമുക്കൊരു ഹെൽത്തി ലൈഫ് നയിക്കാൻ വേണ്ടി നല്ല ഒരു വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ആദ്യത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യും. ഇനി രണ്ടാമത് നോക്കി. ഓൾ ദോസ് പീപ്പിൾ ഹു ഡു നോട്ട് ഹാവ് എനി എക്സസൈസ് ഇൻ ദെയർ റൂട്ടീൻ സഫർ ഫ്രം ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അത് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു എക്സസൈസുകൾ ഒന്നും ചെയ്യാത്തവർ, അതായത് ഒരു എക്സസൈസുകളും ചെയ്യാത്തവർ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ഭാരപ്പെടും. ഓക്കെ, അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ എക്സസൈസ് ചെയ്യുന്നില്ല എന്ന് കരുതി അവർക്ക് രോഗം ബാധിക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് ആൻസർ? ഓൺലി വൺ ഫോളോ എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് എടുക്കുക. ഇപ്പോൾ ഒരു കൺക്ലൂഷൻ വായിക്കുമ്പോൾ അതിൻ്റെ രണ്ട് വശവും ആലോചിച്ച് നോക്കുക. അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാവും, ഏതാണ് ആൻസർ എന്ന് ഉറപ്പിക്കാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇത് SAക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ടൊന്ന് ആ ഒരു കൺക്ലൂഷൻ വായിക്കുമ്പോൾ രണ്ട് വട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അത് ശരിയായിട്ട് വരുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾ ആലോചിക്കാൻ മനസ്സിലാവും. എക്സസൈസ് ചെയ്യുന്നില്ല എന്ന് കരുതി രോഗം ഒരാൾക്ക് വരുമെന്ന് ഉറപ്പിച്ച് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ക്ലിയർ ആയോ? എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് രോഗം ബാധിക്കാനുള്ള സാധ്യത കുറവാണ് എന്നേ അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഓൺലി വൺ ഫോളോ എന്നുള്ളതാണ് ആൻസർ വരുന്നത്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സ്പീക്കിംഗ് ടു ദ പ്ലെയേഴ്സ് ദ കോച്ച് സെഡ് ദർ ഈസ് ആൻ അബുണ്ടൻസ് ഇൻ ദ ഹൈ ക്ലാസ് ടാലൻറ്റ് ഓഫ് ദ ക്ലബ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കാണും. ഒരു കോച്ച് അയാളുടെ കളിക്കാരോട് പ്ലെയേഴ്സിനോട് പറയാണ് ദർ ഈസ് ആൻ എബുണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്. ഓക്കെ, ധാരാളം ഉണ്ട്. എന്താണ്? ഇൻ ദ ഹൈ ക്ലാസ് ടാലൻറ്റ് ഓഫ് ദി ക്ലബ് ഇൻക്രീസ്. ഓക്കെ, അവരുടെ ക്ലബിലെ കളിക്കാരുടെ ടാലൻറ്റ്, ആ ടാലൻറ്റിന് നല്ല ഇൻക്രീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാരുണ്ട്. ഓക്കെ, അതാണ് ഒരു കോച്ച് അയാളുടെ പ്ലെയേഴ്സിനോട് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താണ് കൺക്ലൂഷൻ നോക്കി. കോച്ച് ഹാസ് ദ എബിലിറ്റി ടു ടെസ്റ്റ് ദ പ്ലെയേഴ്സ് ടാലൻറ്റ്. ഓക്കെ, പ്ലെയേഴ്സിൻ്റെ ടാലൻറ്റിനെ ടെസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, കഴിവ് ആർക്കുണ്ട്? കോച്ചിനുണ്ട്. അത് ശരിയാണോ? അത് ശരിയാണ്. കാരണം അങ്ങനെ അവരുടെ ക്ലാസ്സിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ടാലൻറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ കോച്ചിന് കഴിഞ്ഞതുകൊണ്ടല്ലേ അതിനകത്തൊരു ഇൻക്രീസ് ഉണ്ടായി എന്ന്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ടാലൻ്റ് ആയിട്ടുള്ള കളിക്കാരുണ്ട് എന്ന് കോച്ചിന് പറയാൻ കഴിഞ്ഞത് അതുകൊണ്ടല്ലേ. അപ്പോൾ അത് നമ്മൾ കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റുന്നതാണ്. കാരണം അങ്ങനെ കോച്ചിന് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് കോച്ചിന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റിയത്. ക്ലിയർ ആയോ? ഇനി കോച്ച് ഈസ് അക്സെപ്റ്റിംഗ് ദി ടീംസ് ടാലൻറ്റ്. ഓക്കെ, ആ ടീമിൻ്റെ ടാലൻറ്റിനെ കോച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് എന്താണ്? അത് ഫോളോ ചെയ്യും. കാരണം എന്താണ്? ആ ടാലൻറ്റിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ലേ കോച്ച് അവരോട് അത് തുറന്ന് പറഞ്ഞേ. ക്ലിയർ ആയി? ഇപ്പോൾ അത് കോച്ചിന് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, കോച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് അവരോട് പറയത്തില്ല. അത് കോച്ച് അത് പുറമേ കാണിക്കത്തുമില്ല. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്, അത് കോച്ചിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കോച്ച് അത് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഷനായിട്ട് എടുക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി, രണ്ടും ഫോളോ ചെയ്യുന്നുള്ളതാണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരും. ബോത്ത് കൺക്ലൂഷൻസ് ആർ ലോജിക്കൽ എന്നുള്ളതാണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അനിത സെഡ് ടു ഹർ ഫ്രണ്ട് മൈ ഡോഗ് ലവ്സ് ഫുഡ്. ക്ലിയർ ആണ്. ചെറിയൊരു സെൻറ്റൻസ് ആണ്, വളരെ എളുപ്പം മീനിങ് മനസ്സിലാക്കാവുന്നതാണ്. അനിതയുടെ ഫ്രണ്ടിനോട് പറഞ്ഞു എൻ്റെ പട്ടിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ്. കൺക്ലൂഷൻ നോക്കി. അനിത ആസ് എ ഡോഗ്. ക്ലിയർ ആണ്. എന്താ? അനിതയ്ക്ക് ഡോഗ് ഉണ്ടെന്നുള്ള കാരണം എന്താണ്? ഇവിടെ മൈ എന്നുള്ളൊരു ടേം ഉണ്ട്, എൻ്റെ. ഓക്കെ, ഇപ്പം മൈ ഡോഗ് ആരാണ്? അനിതയാണ് പറയുന്നത്. അപ്പോൾ അനിത മൈ ഡോഗ് എന്ന് പറയുമ്പോൾ അനിതയ്ക്ക് ഒരു ഡോഗ് ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അത് വളരെ ക്ലിയർ ആണ്, അത് ഫോളോ ചെയ്യും. ഇനി നെക്സ്റ്റ് കൺക്ലൂഷൻ നോക്കി. ഹിസ് ഡോഗ് ലവ്സ് നത്തിങ് അതർ ദാൻ ഫുഡ്. ഇവിടെ ഹിസ് എന്നാണ് വന്നേക്കുന്നത്. അതെനിക്ക് തോന്നുന്നു മിസ്റ്റേക്ക് വന്നതാണ്. അനിത എന്ന് പറയുമ്പോൾ എന്താണ്? ഫീമെയിൽ ആണ്, ഹെർന്നാണ് വരേണ്ടത്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, ആ പ്രോനൗൺ നോക്കണ്ട, ബാക്കി നോക്കിയിട്ട് ഹെർ ഡോഗ് ലവ്സ് നത്തിങ് അതർ ദാൻ ഫുഡ്. ഓക്കെ, ആ അനിതയുടെ ഡോഗ് ഫുഡ് അല്ലാതെ അതിന് വേറെ ഒന്നും ഇഷ്ടമല്ല. ഇതാണ് ഈ ഒരു കൺക്ലൂഷൻ്റെ മീനിങ്. നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഫുഡ് അല്ലാതെ, നത്തിങ് അതർ ദാൻ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡ് അല്ലാതെ അതിന് വേറൊന്നും ഇഷ്ടമല്ല. ക്ലിയർ ആയോ? വേറെ ഒന്നും ഇഷ്ടമല്ല, നത്തിങ്. ഫുഡ് അല്ലാതെ അതിന് വേറെ ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ഓൺലി വൺ ഫോളോ. അതിന് ഫുഡ് ഇഷ്ടമാണെന്നല്ല പറഞ്ഞത്, വേറെയും കാര്യങ്ങൾ ഇഷ്ടമായിക്കൂടെ? അപ്പോൾ അതിന് വേറെ ഒന്നും ഇഷ്ടമല്ല, ഫുഡ് മാത്രമേ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓൺലി കൺക്ലൂഷൻ വൺ ഫോളോ ആണ് വരുന്നത്. അനിതയ്ക്ക് ഒരു ഡോഗ് ഉണ്ടെന്നുള്ളതേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വൺ ഹാസ് ടു ബി വെരി വിജിലൻറ്റ് വൈൽ ഡ്രൈവിങ്. ഓക്കെ, മീനിങ് മനസ്സിലാക്കാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതായിട്ട് ജാഗ്രത പുലർത്തണം, വിജിലൻ്റ് ആയിരിക്കണം. ഓക്കെ, നല്ല ശ്രദ്ധയോടെ വേണം നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാൻ. ഓക്കെ, വിജിലൻ്റ് എന്നുള്ളതിന് മീനിങ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാണ്. ജാഗരൂകരായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ജാഗ്രതയോടെ ചെയ്യണം എന്നുള്ള ഒരു മീനിങ് ആണ് വിജിലൻ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, എന്താണ് കൺക്ലൂഷൻ? ലേസി പീപ്പിൾ ഡു നോട്ട് ഡ്രൈവ്. അത് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വിജിലൻ്റ് ആയിട്ട് ഇരിക്കണം, പക്ഷേ ലേസി ആയിട്ടുള്ള ഒരാൾ ഡ്രൈവ് ചെയ്യരുത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ആ ലേസി ആയിട്ടുള്ള ആൾക്കാരും ഡ്രൈവ് ചെയ്യുമ്പോൾ വിജിലൻ്റ് ആയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ ലേസി ആയിട്ടുള്ളവർ ഡ്രൈവ് ചെയ്യരുത് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഫോളോ ചെയ്യത്തില്ല. നെക്സ്റ്റ് കൺക്ലൂഷൻ നോക്കി. വി ക്യാൻ അവോയ്ഡ് ദി ആക്സിഡൻറ്റ്സ് ബൈ ബീയിങ് വിജിലൻറ്റ്. അത് ശരിയല്ലേ? അത് കറക്റ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വിജിലൻ്റ് ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാനാണ്. അപ്പോൾ ആ ഒരു കൺക്ലൂഷൻ എന്താണ്? കറക്റ്റാണ്. വി ക്യാൻ അവോയ്ഡ് ദി ആക്സിഡൻറ്റ്സ് ബൈ ബീയിങ് വിജിലൻ്റ് ആയിട്ട് ഇരിക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യും. അപ്പോൾ ഓൺലി കൺക്ലൂഷൻ 2 ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ഓൺലി കൺക്ലൂഷൻ 2 ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ഇത് RPFൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ല, അല്ലാതുള്ള നിങ്ങൾക്ക് കുറച്ചും കൂടി ടോപ്പിക്ക് മനസ്സിലാകാൻ വേണ്ടി എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. A tenant told his neighbor, nowadays, even in high buildings, there are many mosquitoes. It is hindering my sleep. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ഒരു ടെനൻറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് താമസിക്കുന്ന ആൾ, വാടകയ്ക്ക് താമസിക്കുന്ന ആളെന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ആ ടെനൻറ്റ് അയാളുടെ നെയ്ബറിനോട് പറയാണ്,
നൗ എ ഡേയ്സ് ഇപ്പോഴത്തെ ദിവസങ്ങളിൽ ഈവൻ ഇൻ ഹൈ ബിൽഡിങ്സ്, ആ ഈവൻ എന്നുള്ള ടൈം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈവൻ ഇൻ ഹൈ ബിൽഡിങ്സ്, വലിയ ബിൽഡിങ്ങുകളിൽ പോലും എന്താണ്, ദെയർ ആർ മെനി മോസ്കിറ്റോസ്, ഇഷ്ടം പോലെ കൊതുകുകളാണ്. ഇറ്റ് ഈസ് ഇൻറ്ററിങ് മൈ സ്ലീപ്പ്, ഈ കൊതുകുകൾ എൻ്റെ ഉറക്കം കെടുത്തുകയാണെന്ന് ടെനൻറ്റ് നെയ്ബറിനോട് പറഞ്ഞു. ഓക്കെ, കൺക്ലൂഷൻ നോക്കാം. ദ ടെനൻസ് ആർ അപ്സെറ്റ് ഡ്യൂ ടു മോസ്കിറ്റോസ്. ഓക്കെ, ഇപ്പോൾ ഈ ടെനൻറ്റ് പറഞ്ഞില്ലേ ഈ മോസ്കിറ്റോസ് ഉറക്കം കെടുത്തുന്നത്. അപ്പോൾ ഉറക്കം കെടുത്തുന്ന പറയുമ്പം ആ ഉറക്കം കെടുത്തുന്ന കാരണം അവർ അപ്സെറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതെന്താണ്, അത് കറക്റ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. ടെനൻസ് അപ്സെറ്റ് ആണെന്നുള്ള കൺക്ലൂഷൻ കറക്റ്റാണ്. ഇനി നോക്കി, യൂഷ്വലി ദെയർ ആർ നോ മോസ്കിറ്റോസ് ഇൻ ഹൈ ബിൽഡിങ്സ്. ഓക്കെ, പൊതുവേ ഹൈ ബിൽഡിങ്സിൽ മോസ്കിറ്റോസ് കാണാറില്ല. അത് ശരിയായിട്ടുള്ള കൺക്ലൂഷനാണോ? അത് ശരിയായിട്ടുള്ള കൺക്ലൂഷനാണ്. അതിൻ്റെ കാരണം യൂഷ്വലി, ഓക്കെ, പൊതുവേ മോസ്കിറ്റോസ് കാണാറില്ല എന്നാണ് പറഞ്ഞത്. അത് ശരിയാണെന്ന് ഞാൻ എങ്ങനെ ഉറപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഈ ഒരു ടേം വെച്ചിട്ടാണ്, ഈവൻ എന്നുള്ള ടേം വെച്ചിട്ടാണ്. എന്താണ് പറഞ്ഞത്? ഹൈ ബിൽഡിങ്ങിൽ പോലും. ഓക്കെ, നിങ്ങൾ ആ സെൻറ്റൻസ് കുറച്ചുകൂടെ ആഴത്തിലൊന്ന് മനസ്സിലാക്കുക. ഹൈ ബിൽഡിങ്ങിൽ പോലും കൊതുകുകളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഹൈ ബിൽഡിങ്ങിൽ പോലും, നമ്മളൊരു കാര്യം അവിടെ പോലും ആയി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? സാധാരണ അവിടെ അത് കാണാറില്ല. അപ്പോൾ അങ്ങനെ സാധാരണ കാണാത്തൊരു കാര്യം വരുമ്പോൾ അല്ല നമ്മൾ പറയുന്നത് അവിടെ പോലും അങ്ങനെ ആയി പോയല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പൊതുവെ അവിടെ എന്ത് കാണത്തില്ല? മോസ്കിറ്റോസ് കാണത്തില്ലെന്നല്ലേ? മനസ്സിലായോ? ഈവൻ ഇൻ ഹൈ ബിൽഡിംഗ്, അതായത് ഹൈ ബിൽഡിങ്ങിൽ പോലും മോസ്കിറ്റോ ആയെന്ന് പറയുമ്പോൾ പൊതുവെ ഹൈ ബിൽഡിങ്ങിൽ മോസ്കിറ്റോസ് കാണത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കൺക്ലൂഷൻ എന്താണ്? കറക്റ്റാണ്. ഇപ്പോൾ യൂഷ്വലി ദെയർ ആർ നോ മോസ്കിറ്റോസ് ഇൻ ഹൈ ബിൽഡിങ്സ് എന്നത് കറക്റ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ബോത്ത് ദ കൺക്ലൂഷൻസ് ഫോളോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. രണ്ടും ഫോളോ ചെയ്യുന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Mr. Vineet is one of the shortlisted candidates for the post of Dean of prestigious deemed University X. X എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ഡീന് സെലക്ട് ചെയ്യുന്ന പോസ്റ്റിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിൽ ഒരാളാണ് ആര്? വിനീത് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിനകത്ത് വിനീതുണ്ട്. ആ ഡീനെ എടുക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് ലിസ്റ്റിൽ ആരുണ്ട്? വിനീതുണ്ട്. ഇനി കൺക്ലൂഷൻ നോക്കി. മിസ്റ്റർ വിനീത് വിൽ ബി എലക്റ്റഡ് ആസ് ഡീൻ ഓഫ് ദ പ്രസ്റ്റീജിയസ് ഡീംഡ് യൂണിവേഴ്സിറ്റി എക്സ്. ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ഡീനായിട്ട് വിനീതിനെ എലക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണ്? കൺക്ലൂഷൻ ക്ലിയർ ആണ്. എലക്ട് ചെയ്യും. നെക്സ്റ്റ് സെൻറ്റൻസ് പറയുന്നു, എലക്ട് ചെയ്യുന്നല്ല, വിൽ ബി എന്നല്ലേ, എലക്ട് ചെയ്യുമായിരിക്കും. ഇനി സെക്കൻഡ് കൺക്ലൂഷൻ നോക്കി. മിസ്റ്റർ വിനീത് വിൽ നോട്ട് ബി എലക്റ്റഡ് ആസ്, വിനീതിനെ ആ കോളേജിലെ ഡീനായിട്ട് എലക്ട് ചെയ്യില്ലായിരിക്കാം. ക്ലിയർ ആയി? ഇത് രണ്ടുമാണ് കൺക്ലൂഷൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? രണ്ടും ഫോളോ ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിൽ ആരുടെ പേരുണ്ട്? വിനീതിൻ്റെ പേരുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എന്തായിരിക്കും? ഇപ്പോൾ ഒരാൾ ആ ഒരു ഷോർട്ട് ലിസ്റ്റിലുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെന്താവാം, വിനീതിനെ അവർ എടുക്കാം, അല്ലെങ്കിൽ വിനീതിനെ എടുക്കത്തില്ല. ഈ രണ്ട് ചാൻസ് അല്ല ഉള്ളൂ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടോ? അവിടെ വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. ഒന്നെങ്കിൽ വിനീതിനെ ആ ഡീനായിട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വിനീതിനെ സെലക്ട് ചെയ്യത്തില്ല. ഈ രണ്ട് പോസിബിലിറ്റി ഉള്ളു. അപ്പോൾ ഈ വരുന്ന രണ്ട് പോസിബിലിറ്റി ഇവിടെ എന്തായിട്ട് പറഞ്ഞു? കൺക്ലൂഷനായിട്ട് പറഞ്ഞു. ക്ലിയർ ആയോ? അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളും കൺക്ലൂഷനായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു കേസ് വന്നാൽ നിങ്ങൾ എടുക്കേണ്ട ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ എയ്തർ 1 or 2 ഫോളോ എന്നുള്ളതാണ് എടുക്കേണ്ടത്. എന്താണ്, എപ്പോഴാണ് എയ്തർ 1 or 2 എടുക്കേണ്ടത്? ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കാര്യം പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ കാര്യം അനുസരിച്ചുള്ള എല്ലാ പോസിബിലിറ്റീസും, ക്ലിയർ ആയോ? എല്ലാ പോസിബിലിറ്റീസും നമുക്ക് കൺക്ലൂഷനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എയ്തർ ഓർ എന്നുള്ളത് എടുക്കാം. കാരണം ഇതിലേതെങ്കിലും ഒന്നേ സംഭവിക്കൂ. ക്ലിയർ ആയി? ഇതിലേതെങ്കിലും ഒന്നേ സംഭവിക്കൂ. കാരണം വേറെ ഒന്നും അവിടെ സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് നിങ്ങളൊന്ന് ആലോചിക്കുക. നെയ്തർ 1 or 2 ഫോളോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ എടുത്താലോ, വിനീതിനെ ഡീനായിട്ട് എടുക്കത്തില്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നെയ്തർ 1 or 2 പറ്റത്തില്ല. ഇനി ഓൺലി കൺക്ലൂഷൻ 1 അല്ല ബോത്ത് ഫോളോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏതാണ് എയ്തർ 1 or 2 എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരും. ക്ലിയർ ആയി? അപ്പോൾ അത് ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ എയ്തർ വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ അനുസരിച്ചുള്ള എല്ലാ പോസിബിലിറ്റീസും കൺക്ലൂഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെടുക്കാം? എയ്തർ 1 or 2 എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ എന്നൊരു ഭാഗത്തു നിന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് നല്ലതായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ദിശ അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ, RPF കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലാസ് വാച്ച് ചെയ്തതിന് താങ്ക് യു.